നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താ അപ്പോൾ വാഷ്റൂമിൽ പോകാനും അതേമാതിരി ഫ്രഷ് ആവാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യാന്നുള്ളത് ടെൻ്റ് അടിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ മാക്സിമം നമുക്കിങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ മുഴപ്പിലങ്ങാടി ബീച്ചിലാണ് ഒന്ന് സ്റ്റേ അടിച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ നല്ല വൃത്തി അത്യാവശ്യം നല്ല ഉഷാറായിട്ടുള്ള വാഷ്റൂമും ബാത്റൂമും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കും. ഇപ്പോൾ അലക്കാണെങ്കിൽ അലക്കും, കുളിക്കും, നമ്മൾ ഫ്രഷ് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വീട്ടിലുള്ള സൗകര്യം ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് പ്രതീക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു യാത്ര ഇറങ്ങാനും പറ്റില്ല. നമ്മളെല്ലാം മുന്നേ കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ എൻജോയ് ചെയ്യണം. അതായത് വീട്ടിലെപ്പോഴും സുഖമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യേണ്ട അറിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ജീവിതം പഠിക്കാനും അതേമാതിരി നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. നമ്മളിങ്ങനെ കുറേ റിസ്ക്കുകൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രയിൽ നമ്മൾ കുട്ടികൾക്കും ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അവർ വീട്ടിൽ എപ്പോഴും സുഖമായിട്ട് നിൽക്കുമ്പോൾ ആളുകൾ കഷ്ടപ്പെടുന്നതാണോ എന്ന് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ആളുകളെല്ലാവരും ഒരേമാതിരി അല്ല ജീവിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും ഈസി അല്ല ലൈഫ് എന്നുള്ള കുറേ കാര്യങ്ങൾ അവർ ഈ ഒരു യാത്ര കഴിയുന്നതോടുകൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ മെയിൻ ലക്ഷ്യം അതാണ്, കുട്ടികൾക്ക് ഒന്ന് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അത്യാവശ്യം നല്ല നേരം വെളുത്ത് നമ്മൾ എണീറ്റപ്പത്തിന് തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ അവരെ ഇക്കാനെ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിന്, അവരെ അങ്ങോട്ട് റൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനും ഒക്കെ അവിടെ നിന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു. നമുക്ക് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള നമ്മളെ കാര്യങ്ങളും ഇപ്പോൾ നമ്മളെ ആളുകൾ സപ്പോർട്ട് ചെയ്യണതും നമ്മളിപ്പം ഇവിടെ ഈ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാനൊക്കെ ഇപ്പോൾ നമുക്ക് തലശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടും നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിട്ടും ഫുഡായിട്ടാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ട്രിപ്പ് കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചതിന് ആഗ്രഹിച്ചിരുന്നത് അത് നമുക്ക് വന്നു ചേർന്നിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മളെ ഈ യാത്ര എല്ലാവരും ഏറ്റെടുത്തല്ലോ, അതിൻ്റെ ഒരു സന്തോഷം മൊത്തത്തിലുണ്ട്. അപ്പോൾ ഈ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും നമുക്ക് സൈക്ലിങ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രഗിളിങ് തന്നെ. ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ പാക്കിങ്ങിന് നമുക്ക് സമയം എടുക്കും. പിന്നെ കുട്ടികളെ ഒരുക്കൽ നമ്മൾ ഒരുങ്ങൽ മൊത്തത്തിൽ നമ്മൾ ഒരു നോർമൽ ഒരു കാറിൽ ഇറങ്ങി പോണ മാതിരിയല്ല. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് കണ്ണൂർ എത്തണം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അങ്ങനെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല റോഡേനി. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളവിടെ ഒരു കണ്ണൂർ എത്താനായപ്പോൾ ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഒരു വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ നിറച്ചിട്ടാണ് പിന്നെ നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കാഹിലാണെങ്കിലും അതിനൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. നമ്മൾ സാധാരണ ഈ ടൈം ആകുമ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് പോവലില്ല. നമ്മൾ മാക്സിമം 11 മണി വരെയൊക്കെ റൈഡ് ചെയ്ത് പോകലുള്ളൂ. ഇന്ന് പക്ഷേ നമുക്ക് നല്ലോണം വൈകി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കൊണ്ട് 12 മണി കഴിഞ്ഞിന്. പിന്നെ കണ്ണൂർ എത്തിയപ്പോൾ നല്ലോണം ക്ഷീണിച്ചിരിക്കണം. നമുക്ക് ഇതേമാതിരി റൂം പിടിക്കാൻ കുറച്ച് സമയം എടുത്ത് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ കണ്ണൂർ എത്തിയാൽ വിളിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആ കാര്യമൊക്കെ മറന്നിന്, നല്ലോണം ക്ഷീണിച്ചിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ എവിടെയാണോ നിൽക്കണം അവിടെ അടുത്ത് റൂം നോക്കാൻ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേന്. അപ്പോൾ അവിടെ റൂം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ നേരം തപ്പി. അപ്പോൾ ഒക്കെ തപ്പാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ കുട്ടികളെയും കുറിച്ചിട്ട് ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് അങ്ങനെ റൂമൊക്കെ റെഡിയായി. അപ്പം ഇനിയിപ്പോൾ ഒരു ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും. 24 hour നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പെർഫ്യൂം ഓൾറെഡി നമ്മൾ തീർന്നിന്. അപ്പോൾ ഒക്കെ കോഴിക്കോട് പോയിട്ട് ആ പെർഫ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് അലക്കാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ തിരുമ്പാല ഡ്രസ്സുകളൊക്കെ തിരുമ്പി അവിടെ മുകളിൽ ഉണക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിന്. അതൊക്കെ ചെയ്ത് ഞങ്ങൾ കുട്ടികളും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോയത്. നമ്മൾ തലേന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവിടെ അധികം ദോശ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളധികം കഴിക്കൽ. കാരണം അതാവുമ്പോൾ വയറിന് വലിയ എന്നാൽ തന്നെ മോനക്ക് ചെറിയ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിന് വേദന പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി പുറത്തുനിന്നുള്ള ഫുഡും മാത്രമല്ല കുറച്ച് ദിവസം ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുറത്തുനിന്നുള്ള ഫുഡ് തന്നെയല്ല. അപ്പോൾ നമ്മൾ
ചില ദിവസത്തേമാതിരി കഞ്ഞിയൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ മേടിക്കൽ. അതാവുമ്പോൾ കുട്ടികൾക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇത് കഞ്ഞിയാവുമ്പോൾ ഓൻ അത്യാവശ്യം നല്ലോണം വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. നമ്മൾ ഈ കുക്ക് ചെയ്യണമെന്നുള്ളത് നമ്മളൊരു ഇതുണ്ടായിന്, പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങി കിട്ടലില്ല. അങ്ങനെ ഏതായാലും കണ്ണൂർ കുറച്ച് ദിവസം നിന്ന് ഇനിയിപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് പയ്യാമ്പലം ബീച്ചിലെത്തിയിട്ടുള്ളത്.